മഹാവിഷ്ണു സർപ്പങ്ങൾക്ക് നൽകിയ ശാപത്തിന്റെ കഥ അറിയാമോ? പണ്ട് സർപ്പങ്ങൾ ഗരുഡന്റെ അമ്മയെ അടിമയാക്കി വച്ചിരുന്നു. ഗരുഡൻ വളർന്നപ്പോൾ എല്ലാ സർപ്പങ്ങളോടും യുദ്ധം ചെയ്തു. എന്നാൽ സർപ്പങ്ങൾ ഗരുഡന്റെ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പകരം അവർ ഗരുഡനോട് ദേവാമൃതം പണയമായി ചോദിച്ചു. അങ്ങനെ ഗരുഡൻ ദേവലോകത്തേക്ക് ചെന്ന് എല്ലാ ദേവന്മാരെയും പരാജയപ്പെടുത്തി അമൃതം എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ഗരുഡാ, ഈ അമൃതം എടുത്തിട്ടും നീ അത് കുടിച്ച് അമരനാകാൻ ശ്രമിച്ചില്ല. നിന്നിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. നിനക്ക് എന്തുവരം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എനിക്കൊന്നും വേണ്ട പ്രഭു, അങ്ങ് എന്റെ അമ്മയെ മോചിപ്പിച്ചു തന്നാൽ മതി. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു പദ്ധതി മെനഞ്ഞു. ഗരുഡനോട് സർപ്പങ്ങൾക്ക് അമൃതം കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഒരു നിബന്ധന വച്ചു. സർപ്പങ്ങളെ, നിങ്ങൾ കുളിച്ചു ശുദ്ധമായി വന്നു വേണം അമൃതം സേവിക്കേണ്ടത്. അങ്ങനെ സർപ്പങ്ങൾ കുളിക്കാൻ പോയപ്പോൾ ഇന്ദ്രദേവൻ അവരുടെ അമൃതം എടുത്തുകൊണ്ടുപോയി. അപ്പോൾ കുറച്ച് അമൃതം നിലത്തുവീണു. ആ നിലത്തുവീണ അമൃതം സർപ്പങ്ങൾ കുടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉടനെ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അമൃതം സ്പർശിച്ച നിങ്ങളുടെ നാവ് രണ്ടായി പിളരട്ടെ. അതുകൊണ്ടാണ് ഇന്നും എല്ലാ സർപ്പങ്ങൾക്കും ഇരട്ട നാവുള്ളത്.